അതിന്റെ ഒരു പിണക്കം എനിക്കുണ്ട് കേട്ടോ. നിങ്ങളെപ്പോലെയുള്ള VIP-കൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയ സെറ്റപ്പിലൊന്നും ആയിരുന്നില്ല ഫംഗ്ഷൻ. അതാ ഞാൻ വിളിക്കാതിരുന്നത്. അതെന്താ പറ്റി? ഒരേ ഒരു മോന്റെ കല്യാണത്തിന് ചന്ദ്ര അവിടെ പിശക്ക് കാണിക്കേണ്ടതല്ലോ. ഒന്നും പറയണ്ട രമ്യ. ഈ കല്യാണം എന്റെ താല്പര്യത്തോടു കൂടിയൊന്നും അല്ല. ഇത് പൂർണിമയുടെ തീരുമാനമാണ്. മഹേട്ട നിർബന്ധിച്ചതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. അത് വേണ്ടായിരുന്നു. പ്രീതിക്ക് നമ്മുടെ ക്ലബിൽ നിന്ന് തന്നെ എത്രയെത്ര നല്ല ആലോചനകൾ വന്നതാ. മക്കളുടെ ഭാവിയുടെ കാര്യത്തില് ഇത്രയും കോംപ്രമൈസ് ഒന്നും പാടില്ല. എന്റെ അർജുന്റെ കാര്യം അറിയാലോ. ഏറ്റവും ബെസ്റ്റ് മാത്രമേ ഞാൻ അവന് വേണ്ടി സെലക്ട് ചെയ്യൂ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല രമേ. പൂർണിമ ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. എല്ലാം കേട്ട് സമ്മതം മൂളേണ്ട അവസ്ഥയാണിപ്പോ എനിക്ക്. സത്യം പറഞ്ഞ അതുകൊണ്ടുകൂടിയാ നമ്മുടെ ക്ലബിൽ ആരെയും ഞാൻ ഫംഗ്ഷന് വിളിക്കാഞ്ഞത്. ആ ദാരിദ്ര്യ ഫംഗ്ഷന് വന്നാ അതിന്റെ നാണക്കേട് എനിക്ക് തന്നെയല്ലേ. പിന്നെ രമ ആയതുകൊണ്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ചന്ദ്രയുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. താൻ വിഷമിക്കാതെ. നമ്മളെക്കാൾ കുറഞ്ഞൊരു ബന്ധമാവുമ്പോ ചന്ദ്രയുടെ കാൽ കീഴിൽ തന്നെ ആ പെൺകുട്ടി നിന്നോളൂല്ലോ. ആ ഒരു പ്രതീക്ഷയിലാ ഞാനും. കല്യാണം നമ്മളാണ് നടത്തുന്നത്. അത് നമുക്ക് ഗംഭീരമാക്കണം. തുടക്കം മുതൽ എല്ലാത്തിനും എനിക്കൊപ്പം രമയുണ്ടാവണം. തീർച്ചയായും. നമ്മുടെ ക്ലബില് എനിക്ക് ഏറ്റവും അടുപ്പം ചന്ദ്രയായിട്ടല്ലേ. വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം ഭംഗിയായി നടന്നോ? ക്ലബിൽ നിന്ന് എല്ലാരും ഉണ്ടായിരുന്നോ? അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. മിസസ് നായരുടെ വക ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. അതേക്കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് വിശദമായിട്ട് പറയാം.